കുടിവെള്ള പ്രശ്നത്തിന് ചർച്ച. അതിലും വലിയ കുടിവെള്ള പ്രശ്നമായിട്ടാ എന്റെ രാമേട്ട. ആ പേര് ശരിയല്ലേ? ആ രാമേട്ട, ഞാനിപ്പോ വന്നിരിക്കുന്നത്. അവിടെ മന്ത്രി ബേബിക്കുട്ടനും MLA രാംദാസും ഒക്കെ ആണെങ്കിൽ ഇവിടെ പാവ സുസ്മിതയാ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു 1 തരം ചായ കുടിക്കണം. ഈ കൈയുടെ കൈപ്പുണ്യ മാഹാത്മ്യം ഒന്ന് അറിയണമല്ലോ. ഈ നിൽക്കുന്ന ശാലിനിയെ ഈ ഒരു പവറിൽ നിൽക്കാൻ ഊട്ടി ഉറപ്പിച്ച് വിളക്കിയെടുത്തത് ഈ കൈയാ. ജയിലിൽ നിന്നിറങ്ങിയ ഈ കൈ കൊണ്ടൊരു ചായ കുടിക്കണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. ജയിലിലേക്ക് പോകും മുമ്പ് മനസ്സിൽ ഉരുവിട്ട പ്രാർത്ഥനയും ഇതുതന്നെയായിരുന്നു. ഇവിടെ തിരിച്ചെത്തി ഒരു ചായ കുടിക്കാൻ ജഗദീശ്വരൻ ആയുസ് തരണേന്ന്. ശാന്തയല്ലേ? ഒരു ചായ എടുത്തോളൂ. സുസ്മിതേ, എന്താ ഈ ഷോയുടെ ഉദ്ദേശം? നീ ജയിലിൽ ഇറങ്ങിയതിന്റെ ആചാരവെടി മുഴക്കിയതാണോ? അയ്യോ, ഇതൊന്നും ആദ്യപ്പെടുത്താനേ പറ്റില്ല. ഇവിടെ നിന്റെ അടുത്ത് ആചാരവെടിക്കൊന്നും പ്രാധാന്യമില്ലെന്ന് എനിക്കറിയാം. ഇനി പൂരവാ, തൃശൂർ പൂരത്തെ വെല്ലുന്ന പൂരം. അതില് കതിനായിരിക്കും കൂടുതൽ. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഗർഭം കലക്കി. അതിപ്പോ നിരോധിച്ചു. അറിയില്ലേ, ശബ്ദമലിനീകരണം. പക്ഷേ എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഗർഭം കലക്കിയേക്കാൾ വീര്യം കൂടിയതാ. ഞാനത് ഓരോന്നോരോന്നായി പുറത്തെടുക്കും. ഇതുപോലെ നിന്റെ മുന്നിലെ ഓരോ ചവിട്ടുപടിയിലും ഞാനത് വെച്ച് കത്തിക്കും. കാതടച്ചല്ല, കാടടച്ചുള്ളൊരാക്രമണം. തടയാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ നീ മുന്നിലേക്ക് വരാവൂ. കെൽപ്പുണ്ടെങ്കിൽ മാത്രം. എന്റെ ശാരദാമ്മേ, വന്ന വഴി നമ്മൾ മറക്കരുത്. 3 പെൺകുട്ടികളെ, വകതിരിവില്ലാത്തൊരു ഭർത്താവിനെയും കൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങളെ മെനക്കെട്ട് തോൽപ്പിച്ചത് ഈ കുടുംബശ്രീ കട ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വായിക്ക് റെസ്റ്റ് കിട്ടുന്ന സമയം മുഴുവൻ ശാരദാമ്മ പറയാറുണ്ടല്ലോ. എന്നിട്ട് ഈ കട അടക്കുന്ന കിടപ്പ് കണ്ടോ? സങ്കടം തോന്നുക എനിക്ക്. ഒന്ന് വൃത്തിയാക്കി പണിയാൻ മോള് കാശ് തരില്ലേ? ഇനിയിപ്പോ ഇല്ലെങ്കിൽ പറ, ഞാൻ വഴിയുണ്ടാക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽപ്പെടുത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ലോണങ്ങ് ഒപ്പിക്കാമല്ലോ. കളക്ടറുടെ ജാമ്യം കൂടി ഉണ്ടെങ്കിൽ പുഷ്പം പോലെ കിട്ടും. എന്നിട്ട് അത് വാങ്ങി ഈ പട്ടിക്കൂട് പോലെ ഇരിക്കുന്നതങ്ങ് ഇടിച്ചു പൊളിച്ചങ്ങ് കള. എന്നിട്ട് വർക്കത്തുള്ള ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങും. പേര് വേണമെങ്കിൽ ഇത് തന്നെ കിട്ടോ, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ. നീ മനസ്സിൽ വെച്ചോ, കരുതിയിരുന്നോ. ഇത് ഞാൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് വാഴകൃഷി നടത്തും. വാഴകൃഷി. ഇനി എനിക്ക് വ്രതമാ. ശാന്ത ഇതൊരു ചായ എടുക്കാൻ പോയില്ലേ? എന്റെ ശാന്ത ഒരു ചായ എടുക്ക്. പോ. ഒരു കസ്റ്റമർ വന്ന ഇങ്ങനെയാണോ പെരുമാറുക? ചെല്ല് ശാന്ത. ശാരദാമ്മേ, ജോലിക്കാരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനല്ലേ ബിസിനസ് പിടിക്കേണ്ടത്. ചായക്ക് മധുരം കുറയ്ക്കണ്ട കേട്ടോ, കടുപ്പോ. സുസ്മിതേ, ഇവിടുത്തെ ചായ കുടിക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരാ. അവരാരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ
നീ ഉദ്ദേശിക്കുന്ന കടുപ്പം ഇവിടുത്തെ ചായക്കിപ്പ ഇല്ല. കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം കടുപ്പമുണ്ടോ ഇല്ലയോന്ന്. ശരിയാ, ആ പഴയ രുചി ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആ, ഭൂമി ദേവിക്ക് സമർപ്പിക്കും. ദാ ഇങ്ങനെ. ഇതുപോലെ മണ്ണിൽ അലിയിപ്പിക്കും എല്ലാത്തിനും ഞാൻ. അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ഈ തിളച്ചു മറിഞ്ഞു പോയാൽ മുതൽ മാത്രം മതി വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ. ആറ്റം ബോംബ, അടുക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളാത്ത, അകറ്റി നിർത്തേണ്ട ഇനം. സുഖഭക്ഷണം, സുഖതാമസം അല്ലേ? ജീവിതം അങ്ങ് സുഖിക്കല്ലേ? ഇതിപ്പോ ഇറങ്ങി ഒരു മുന്നറിയിപ്പില്ലായിരുന്നല്ലോ. നീ എന്താ കരുതിയത് എന്റെ 16 അടിയന്തരം അതിനകത്തായിരിക്കുന്നോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ഇറക്കം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കേറ്റത്തിനൊരു ഇറക്കവും വേണ്ടേ ജഗദീപേ? എന്നും മറ്റുള്ളവര് ജയിക്കുന്നത് കണ്ടിരുന്നാ മതിയോ? ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ജയിക്കണ്ടേ? അല്ല, ഈ നമ്മക്കെന്ന് പറഞ്ഞ ഞാനും പേരിനൊരു ഭർത്താവായ നീയും. ഈ ഭാര്യയും ഭർത്താവും പകുതിക്ക് പകുതിയാണെന്നല്ലേ പറയുന്നത്? ഇതൊക്കെ ആര് പറയണത്? ചുമ്മാ. പക്ഷെ ഞാൻ സുസ്മിതയുടെ വരവ് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷ. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടി മോഹൻലാലൊക്കെ സിനിമയിൽ വരുന്ന പോലെ, ഈ പഴയ പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു മുറിപീടിയൊക്കെ വലിച്ച് ഒരു ചെറിയ കടലാസ് പൊതിയൊക്കെ കഷ്ടത്തിങ്ങനെ വെച്ച് ഈ പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം എന്ന് പറയും. ഈ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഉപ്പന്റെ കണ്ണുകളൊക്കെ ചുമാന്നിരിക്കും. അതാണ് ജയിലിൽ നിന്നുള്ള ഇറക്കത്തിന്റെ പഞ്ച്. കാണികളുടെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിരിക്കും. ഈ പെരുമ്പറ അടിക്കുന്നില്ലേ അതുപോലെ. ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവിടെ നമ്മൾ ഇടവേളയെന്ന് എഴുതി കാണിക്കും. ഇതൊരുമാതിരി പഞ്ചില്ലാത്ത ഇറക്കമായി പോയി സുസ്മിത. ഇറക്കത്തിന് പഞ്ചില്ലെങ്കിലും ഇനിയുള്ള ഓരോ കളിക്കും പഞ്ചുണ്ടാവും ജഗദീപേ. നീ കണ്ടോ, ഇനി ഇതിൽ നീ പറഞ്ഞ പോലെ ഇടവേളയൊന്നുമില്ല. നോൺ സ്റ്റോപ്പ് ആക്ഷൻ. അതും അർണോൾഡിനെ വെല്ലുന്നത്. കൂടെ നിന്നാലേ
തടി കാത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ കട്ടയും പടം. ഇവളപ്പ കൊല്ലിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക. സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ ചത്തുപോയ അപ്പൂപ്പന്മാർക്കൊപ്പം എന്റെ പടവും ഭിത്തിയിൽ കയറും. ശിവനേ. നീ എന്തോ കുരുട്ടാലോചിക്കുകയാണല്ലോ. അതല്ല, ഈ കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഭാര്യയ്ക്ക് വിഭവസമൃദ്ധമായിട്ട് എന്തു കൊടുക്കും എന്നാലോചിക്കുകയായിരുന്നു. ജയിലിലെ കഞ്ഞിയും ചപ്പാത്തിയൊക്കെ കഴിച്ച് കുടല് ചത്തിരിക്കുമല്ലേ. പിന്നെ പരാജയത്തിന്റെ ഒരു വ്യത ഇപ്പോഴും മുഖത്തുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് വോഡ്ക വാങ്ങിക്കണോ വിസ്കി വാങ്ങിക്കണോ എന്നൊരു ചിന്തയും ഇല്ലാതില്ല. അങ്ങനെ ഇപ്പൊ നീ എന്റെ കാശിന് കൂച്ചണ്ട. പിന്നെ നിന്റെ മുഖത്ത് നീ പറഞ്ഞ പോലെ പരാജയഭാവമൊന്നുമില്ല. സുസ്മിത എവിടെ വീണാലും 4 കാലിലാണെന്ന് അറിയാലോ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും സുസ്മിതയ്ക്കെന്നും സുവർണകാലം തന്നെ ആയിരിക്കും. ജയിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ജയിച്ച് കാണിക്കുകയും ചെയ്യും. അല്ല, പക്ഷെ ഇപ്പൊ ഈ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ഒന്നിച്ചെന്നോ ഒന്നിക്കാൻ പോകുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ ലയനം എപ്പോഴും ശക്തി കൂട്ടുന്നതാണെന്നറിയാലോ. അത് രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, ജീവിതത്തിലായിരുന്നാലും ശരി. അതിനനുവദിക്കരുത്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. കേട്ടല്ല, സുസ്മിതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പട എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ കാണിച്ച് പുല്ലിനെ എങ്ങനെയെങ്കിലും വീണ്ടും ജയിലിൽ കൊണ്ടിടണം. ഇവിടെ നിന്ന് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ജഗദീപേ, ഇത് സുസ്മിതയുടെ 2ാം വരവാ. ഒരു പെണ്ണിന്റെ 2ാം വരവെന്ന് പറയുമ്പോ തന്നെ അവളെ ദ്രോഹിച്ചവരൊക്കെ ഒന്ന് പേടിക്കണം. കാരണം പെണ്ണും പാമ്പും ഒരുപോലെയാ. പക മനസ്സിൽ കൊണ്ടു നടക്കും. അവസരം കിട്ടുമ്പോ പണി. പിന്നെ പണിയാനുള്ള അവസരം അതാരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും. ഇല്ലെങ്കിലേ വിലയ്ക്ക് വാങ്ങിക്കും. പിന്നെ നീ എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ഇല്ലല്ലോ അല്ലേ? അയ്യേ, ഞാൻ അങ്ങനെ ചിന്തിച്ച പോലും ഇല്ല. ഇനിയും ചിന്തിക്കരുത്. ഹലോ, സുസ്മിതയാണ്. മാഡം, എന്റെ പേര് നീലിമ. ഞാനിപ്പോ NM ഹോസ്പിറ്റലിൽ നഴ്സാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. ആ, നഴ്സ് ദിവ്യയുടെ അനുജത്തിയാ. ആ, പറ നീലിമേ, എന്താ നീലിമയ്ക്ക് പറയാനുള്ളത്? മാഡത്തിന് വളരെ ഉപകാരപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാനാ ഞാൻ വിളിക്കുന്നത്. നിന്റെ ചേച്ചി എന്നെ വിളിച്ചിരുന്നതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷൻ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ചെറിയൊരു പ്രതിഫലം ആവശ്യപ്പെടും. നിന്റെ വിളിയുടെ ടോൺ മാറിയപ്പോഴേ പ്രതിഫലത്തിന്റെ കാര്യം എനിക്ക് കത്തിമോളെ. ഇനി നീ തുക കൂടി പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ പറയാം എനിക്കത് കേൾക്കണോ വേണ്ടയോന്ന്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഞാൻ പറയുന്ന വിവരങ്ങൾക്ക് 30 ലക്ഷത്തിന്റെ പകിട്ടുള്ളതാ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെറും 10 ലക്ഷം മാത്രം. നീയേ വേറെ ആളെ നോക്ക്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ തിരക്കിട്ട പണിക്ക് തവിടും പിണ്ണാക്കും വിതറാൻ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ഉപയോഗിച്ചാലോ? വിഷ്ണുവിനെയും ശാലിനെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരു ആയുധം. അതൊന്ന് തൊടുത്താ മാത്രം മതി. എല്ലാത്തിന്റെയും നെഞ്ചു തുളച്ച് കടന്നു പോകുന്ന ബ്രഹ്മാസ്ത്ര. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്താ നോക്കുന്നോ? സമ്മതം. ബാക്കിയെല്ലാം നേരിൽ. എന്തോ കുഴപ്പമുണ്ടല്ലോ.
ഈ വീട്ടിലെ കുട്ടിയാ സത്യ. സത്യാമ്മയുടെ കൊച്ചുമോള്. ഒരേ രക്തം. യഥാർത്ഥ സത്യം ആർക്കോ വേണ്ടി ശാലിനി മറച്ചു പിടിക്കുക. ശാലിനി പറയും പോലെ സത്യ ഈ വീട്ടിലെ ചോരയിൽ പിറന്ന കുട്ടിയാണെങ്കിൽ സത്യ എൻ്റെ മകൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവള് ശാലിനിയുടെ മകളായിരിക്കില്ല. എന്തായാലും കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ശാലിനി അത് സമ്മതിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല? അതറിയണം. എന്താണ് ശാലിനി ഒളിക്കുന്ന രഹസ്യമെന്ന്. വിഷ്ണു അച്ഛൻ വല്ലാതെ വിഷമിച്ച് നിൽക്കുവാണല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്ന. ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. പറഞ്ഞ ഒരു സമ്മാനം ഉണ്ട്. ചേച്ചിയമ്മ. നീയാള് കൊള്ളല്ലോ. ആ, ഇനി സമ്മാനം എന്താ? ഇപ്പൊ തന്നത് തന്നെ സമ്മാനം. വിഷ്ണു അച്ഛന്റെ ചക്കരമുത്തിന് നല്ല ഒന്നാന്തര ചക്കര ഉമ്മ. ഇനിയപ്പ ചോദിക്കാലോ. എന്താ ഇത്ര ആലോചിക്കുന്നേ? ചുമ്മാ പറയുന്നേ. ചേച്ചിയമ്മയെ കുറിച്ച് മാത്രമല്ല വിഷ്ണു അച്ഛൻ ചിന്തിച്ച്, സത്യയെ കുറിച്ചും ചിന്തിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണല്ലേ? നാള് കൊണ്ടും വരാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടും വരാം. നാള് കൊണ്ട് അതേ ബർത്ത്ഡേ നമ്മൾ ആഘോഷമാണല്ലോ. അപ്പൊ ഇനി ഡേറ്റ് കൊണ്ട് ഒരേ ദിവസമാണെന്നറിയാൻ എന്താ ഒരു വഴി? അതറിയണമെങ്കിൽ ചേച്ചിയമ്മയോട് ചോദിച്ചാ പോരെ. നാളെ വിഷ്ണുജി സ്കൂളിലോട്ട് വാ. സത്യയൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും ചേച്ചിയമ്മ വരും. അപ്പൊ ചോദിക്കാലോ. അത് ശരിയാണല്ലോ. അപ്പൊ നാളെ വിഷ്ണു അച്ഛൻ ആ വഴിക്ക് വരാൻ പറ്റുമോ നോക്കാം. വന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്ത്? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. ദേ അമ്മ വിളിക്കുന്നു. ഹോംവർക്ക് ചെയ്യാനാ. അത് ചെയ്യുന്നവരെ ഒരു സ്വൈര്യവും തരില്ല. ചെന്നു ദാ വരുന്നു. ഞാൻ എഴുതിയിട്ട് വരാട്ടോ. സ്കൂളിൽ സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും. അതിന്റെ കോപ്പി എടുത്താലും അമ്മയെ ബോധ്യപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഡേറ്റ് അറിയാൻ നാളെ വരെ കാത്തിരിക്കുന്നത് എന്തിനാ? സത്യം വിളിച്ച് ചോദിച്ചാൽ പോരെ. ജനിച്ച തീയതിയൊക്കെ സത്യക്ക് അറിയാൻ പറ്റും. എന്തായാലും സത്യം വിളിച്ച് നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോൾ ഏക വഴി ശാലിനിയുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് സത്യം ആവശ്യപ്പെടുന്ന. പക്ഷെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല. കാരണങ്ങൾ പറയേണ്ടി വരും. പിന്നെയുള്ള വഴി വളഞ്ഞ വഴിയാ. ശബ്ദവും മാറ്റണം, നമ്പറും മാറ്റണം. അതിനിപ്പോൾ എന്താ ഒരു മാർഗം? ലൈൻ ഫോണിലേക്ക് വിളിച്ചൂടെ? അതാകുമ്പോൾ നമ്പർ തരികയുള്ള സംവിധാനം അവിടെ ഇല്ലല്ലോ. സത്യം എടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. വെറുതെ ശബ്ദം മാറ്റി സംസാരിച്ച് സംശയത്തിന് ഇട കൊടുക്കണ്ട. ദൈവമേ, സത്യത്തിന് കിട്ടണേ. ഇതറിയ ഈ സമയത്ത് ഹലോ ഹലോ, ആരാ ഇത്? ഹലോ, ആരാ വിളിക്കുന്നത്? കട്ടായില്ല. നമ്പരും അറിയാൻ വഴിയില്ല. എടുക്കണത് ശാലിനിയ. സത്യമണ കിട്ടപ്പം എന്താ വഴി? ഇനിയിപ്പോ പഠിക്കായിരിക്കോ?
ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ദൈവമേ, സത്യമായിരിക്കണേ. ഒറ്റ പ്രാവശ്യം കൂടി. ഹലോ ഹലോ, ഇത് ആരാണ്? ഹലോ, ഇതാരോ മനഃപൂർവ്വം വിളിക്കുന്നത്. അതാരാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം.